ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൈര് വെച്ചിട്ട് നല്ലൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് കിവിയാണ്. കിവിയും പിന്നെ മാംഗോസും കുറച്ച് മൂന്ന് ഫ്രൂട്ട്സേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചെറിയ ക്യൂബ് പോലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അടുത്തതായിട്ട് നമ്മളിനി എടുക്കാൻ പോകുന്നത് പ്ലമ്മാണ്. ചെറിയ രീതി കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ കാണാൻ നല്ല രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. പ്ലമ്മും ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കണം. പല കളർഫുൾ ഫ്രൂട്ട് ആകുമ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ കാണുമ്പം ഒരു ഭംഗി കണ്ട് അവർക്കത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും അത് ഇഷ്ടവും പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയല്ല, കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്ന, അധികം പഴുപ്പില്ലാത്ത നല്ല ഇച്ചിരി കട്ടിയുള്ളൊരു മാങ്ങയാണ്. അപ്പം ഞാനും അതുപോലെ ഇങ്ങനെ നേരത്തെ അരിഞ്ഞ് വെച്ച പോലെ തന്നെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് ഒരു 3 മണിക്കൂർ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാനും പറ്റും. ഒരു വെറൈറ്റി ഡിഷാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒരു വീഡിയോ ഇട്ട് കാണിക്കാമെന്ന് വെച്ചു. എന്തായാലും നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്, നല്ലൊരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കിട്ടണത്. അപ്പോൾ എന്താ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ്. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള തൈരാണ്. അധികം പുളിപ്പില്ലാത്തത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ അധികം നല്ല ഫുൾ ഫാറ്റായിട്ടുള്ള അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേനില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ തേനേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടി കൊടുക്കാം. ഒരു മീഡിയം രീതിയിലിരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പേപ്പറില്ലേ, ആ പേപ്പർ ജസ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ തൈര് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനത് മൊത്തമായിട്ട് തൈര് ജസ്റ്റ് ആ പ്ലേറ്റിലോട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, പക്ഷെ നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് 3 ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കൊക്കെ ഇടില്ല, അതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഒരു ഹെൽത്തി റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാനതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഫ്രൂട്ട്സ് ഇല്ലെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സിന് പകരം നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. നല്ല ഹെൽത്തിയാണ്. നട്ട്സ്, ബദാമോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 3 മണിക്കൂർ ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിന് അല്ല, ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക. ഇതാ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു അഭിപ്രായം പറയണം. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിന് ചെറിയൊരു പുളിപ്പും നല്ല അധികം പുളിപ്പില്ലാതെ നല്ല മധുരം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഞാൻ അത് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ട്സും തൈരും നല്ലൊരു മധുരവും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസാണ് എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ